രമ്യ, ഈ ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാലേ മക്കളെ കെട്ടിക്കാനായിട്ട് വീട് പണയം വെച്ച് കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇന്ന് ഇറങ്ങിപ്പോകുമ്പോഴും ബാങ്കൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഉള്ള വിഷമം എത്രയാണ്. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി നമ്മളെടുത്തിട്ടില്ല. ആ ഭാഗത്ത് വലിയ ഒരു സംഭവമാണ്. പിന്നെ അവിടെ ഒരു സംഭവം വളരെ റെഡ് ലൈനായിട്ട് നോട്ട് ചെയ്തോളി. ഇങ്ങനത്തെ നെഗോസിയേഷൻ നടക്കുന്ന സ്ഥലത്ത് ഈഗോ വർക്കൗട്ട് ചെയ്യും, പിന്നെ വാശി കൂടും. ഇതിനെ കുറച്ചാൽ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കും. രണ്ട് കൂട്ടരും, സെല്ലറും ബയറും. മനസ്സിലായോ? അതിനെ അവിടെ ഒരു വാശി കുറക്കുക, ഈഗോ ഉണ്ടാവും, അതിനെയൊന്ന് കുറക്കുക. ചില സ്ഥലത്ത് നമ്മൾ കണ്ണും പോവും, ഇപ്പോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഒരു സാധനം വർക്കൗട്ട് ചെയ്യണം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന്. ഇവന്നാളെ മകനായിരുന്നു, ഇവന്ന ആളായിരുന്നു, അവനിപ്പോൾ ഇത് വാങ്ങാനായിട്ടുണ്ടോ, ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. അങ്ങനെയുള്ളൊരു, അതിൻ്റെ പേരാണ് ഈഗോ. ഒരു സംഗതി ഓരോരോ നാട്ടിലുണ്ടാവും. ഓ, ഇവൻ ആ കാറിലിരുന്ന് ഇന്നിപ്പോൾ ഈ കാറിലാണ് ഇവൻ വന്നത്. സാഹചര്യം അനുസരിച്ചിട്ട് ഇതൊക്കെ മാറാം. അവിടെ ഒന്നും ചിന്തിക്കാനില്ല. അവിടെയൊക്കെ നമ്മൾ ആ ഈഗോ കൊണ്ട് കട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ കാലത്ത് ഇൻസ്റ്റ, ഫേസ്ബുക്കൊക്കെ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഒരു ഭയങ്കരധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവ സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാരൊക്കെ ചിലപ്പോൾ പൈസ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ, ചിലപ്പോൾ വല്ല ഇടപാടിൽ എന്തെങ്കിലും ബാലൻസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവന് ആ ഇടപാട് പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അവന് എന്നെ പറ്റിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ പല സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇവർ ഈ ഫേസ്ബുക്കിൻ്റെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ അടിയിൽ ഓരോരോ കുറിപ്പിടുമല്ലോ, അവിടെ നമ്മളടുത്തൊരു ആകെ ഫീലിംഗ് ആവും. ഇത് ആകെ 1,00,000 ആൾക്കാർ കണ്ടാൽ ഒരുത്തനായിരിക്കും ഇത് ഇടുക. അവൻ എന്നോടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടുന്ന ആൾക്കാരോടോ ഒരു ദേഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അവൻ്റെ കുടുംബ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ അവനായിട്ടൊരു ഇടപാട് ചെയ്യുന്നുണ്ടാവും. അവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല കരുത്തോട് കൂടിയിട്ട് തെറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ നമുക്കൊരു ഒരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിൽ വരാനുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതെടുത്ത് വർക്കൗട്ട് ചെയ്യാം. തള്ള എത്രയോ കമൻറ്റ് ബോക്സിലൊക്കെ ഓരോ സാധനങ്ങൾ വരുമ്പോഴേ ഫീലിംഗ്, നമ്മളറിയാത്ത സംഭവങ്ങൾ എങ്ങനെ നമ്മളെ പറ്റിയിട്ട് എഴുതുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ നമ്മളവിടെ ഒരു എനർജി കൊടുത്തുകൊണ്ട് കൈകാര്യം ചെയ്യണം. എല്ലാവർക്കും ഇപ്പോൾ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഫേസ്ബുക്കിൽ കളിക്കുന്ന ഡെയിലി ഇപ്പം അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇടയിൽ നടന്ന സംഭവങ്ങളിലൊക്കെ വന്ന ഓരോരോ സംഭവങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല, മനസ്സിലായി. അപ്പോൾ അവിടെ നമുക്ക് മനസ്സായിട്ട് കൺട്രോൾ ചെയ്യാൻ കാണാം. പിന്നെ നമ്മുടെ മനസ്സിനൊരു സത്യമാണ് കേട്ടോ. നമ്മളത് ചെയ്തിട്ടില്ല എന്നുള്ള, അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മളത് കണ്ടിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കും വേണം. അപ്പോഴേ അത് ശരിയാവുള്ളൂ, മനസ്സിലായോ? ഇടുന്ന ആൾക്കാർ ചിലപ്പോൾ അങ്ങനെ ഇടുമ്പോൾ എല്ലാവരും കാണുമ്പോൾ അവർ വിചാരിക്കും ഇത് ഓനെ നശിപ്പിക്കാനാണ്. എന്ത് നശിക്കല്, എന്ത് ഒരു ദിവസം കൊണ്ട് ഇതൊക്കെ തീരും. എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നു, എന്തൊക്കെയാണ് സംഭവിച്ചു, ഇവിടെ എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല. ഇവർ ഈ വായു കെട്ടിപ്പൂട്ടാൻ ഞാൻ മതി, വേറെ എന്തായാലും. പിന്നെ ഇതിനൊരു മരുന്നുമില്ല, അവർക്കൊരു മരുന്നുമില്ല കൊടുക്കാൻ. പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മളത് കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് തന്നെ പോകാൻ നോക്കുക, അല്ലേ? പിന്നെന്താ, അല്ലെങ്കിൽ തളർന്നു പോകും മനുഷ്യൻ പിന്നെ മുന്നോട്ട് പോവില്ല. അതെ, ഇക്ക നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്കൊരു വ്യക്തിനെ അവിടെ ഇരുത്താം, അല്ലേ? അതിൽ തളർന്ന് അങ്ങനെ പോവരുത്, അല്ലേ? യെസ്. ചില പ്രോപ്പർട്ടിക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ചില ആൾക്കാർക്ക് ഇതെനിക്ക് മോഹവിലയ്ക്കാണ്, ഇത് ഞാൻ വാങ്ങും എന്ന് ചില ആൾക്കാർ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങളെപ്പോലത്തെ ആൾക്കാർ അതിൻ്റെ ഡീല് എനിക്ക് വേണം നടത്താൻ, അല്ലേ? ചിലത് നമ്മളെ വല്ലാണ്ടങ്ങ് കൊതിപ്പിക്കുന്ന പ്രോപ്പർട്ടിയും ഡീലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരത്തിൽ ഇക്ക മനസ്സുകൊണ്ട് അത് ചില പ്രോപ്പർട്ടി കണ്ട് വിചാരിച്ച് മോഹിച്ചിട്ട് അതിൻ്റെ ഡീല് നടത്തിയ ഒരുപാട് കഥകൾ ഒരു പക്ഷേ ഇക്കയ്ക്ക് പറയാനുണ്ടാവും, അല്ലേ? അതെ, പറയാണ്ട് ഓർത്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ സംഗതികൾ. ഇപ്പം നമ്മൾ ആഗ്രഹിച്ച ടെൻഷൻ എടുത്ത് അതിങ്ങോട്ട് പൂർത്തിയാക്കണം, അത് എടുക്കണം. പക്ഷെ അവിടെ ഞാനൊരു കാര്യം രമ്യയോട് പറയട്ടോ. രമ്യ, ഞാൻ ചില കച്ചവടങ്ങൾ ചെയ്യുമ്പോഴേ അത് സുലൈമാൻ ചെയ്തു എന്നൊരു പേര് എടുത്താൽ
നമ്മളെ കാരിയറിന് നമ്മുടെ ഫേമിന് അതൊരു പേരായിരിക്കുമല്ലോ. അതെ. ഞാൻ അതിലായിരുന്നു കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നത്. അത് നമ്മൾ ചെയ്തു, അത് ഇന്ന ആൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഈ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഒരു സുഖം. അതൊരു വലിയ സംഭവം. ഞാൻ അതിനൊരു പ്രാധാന്യം കൊടുത്തിരുന്നു. ഞാൻ കോയമ്പത്തൂരിലൊരു ഹിസ്റ്ററി പറഞ്ഞു. അതെ. അവിടെ ആ മുതലാളിൻ്റെ മുന്നിൽ ഞാൻ ഒരു ആളായിട്ട് നിന്നു. ആളെ ഒരു പൈസ തന്നപ്പോൾ ഒരു സംഭവമായിരുന്നു. അപ്പം അങ്ങനത്തെ ഡീലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്നത് പൂർത്തിയാക്കിയിട്ട് വിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനം വിറ്റു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കരഞ്ഞിട്ടുണ്ട്. കരച്ചിലെന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിൻ്റെ ചോട്ടിലിരുന്നിട്ടേ ബോംബെയിലെ കച്ചവടം. ഇതിൻ്റെ ചെറിയൊരു സ്റ്റോറിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നതിൻ്റെ ചെറിയൊരു സ്റ്റോറിയാണ്. ഞാൻ പറയുന്നില്ല. ഇന്ത്യൻ റുപ്യ എന്ന് പറഞ്ഞ സിനിമ ഒരു റിയൽ എസ്റ്റേറ്റ് ആണല്ലോ അത്. അതെ. അതിലെ സ്റ്റോറി നമ്മളായിട്ട് ഒരു ടച്ചിലെ സാധനം. രഞ്ജിത്ത് സാറ് പിന്നെ എടുത്തൊരു സാധനം, ഒരു നല്ലൊരു രസമുള്ള സ്റ്റോറി. അത് എൻ്റെ ഞാൻ പരാജയപ്പെട്ടൊരു സാധനം. ബോംബെ പോയിട്ടൊരു സാധനം കച്ചവടമാക്കിയിട്ട് ടോക്കൺ കൊടുത്ത് പരാജയപ്പെട്ട ഒരു സംഭവം രണ്ടാമത് ഞാൻ വാശിയോട് കൂടിയിട്ട് ആ കച്ചവടം പൂർത്തിയാക്കി. അതൊരു സംഭവം എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു സാധനമാണ്. പിന്നെ ആ സംഗതി നഷ്ടപ്പെട്ടൊരു കച്ചവടം ഞാൻ വീണ്ടെടുത്തൊരു സംഗതി. അത് വലിയൊരു ഡീലായിരുന്നു. അത്യാവശ്യം വലിയ കേരളത്തിലെ ഡീലായിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങനത്തെ ഒരു അനുഭവം അനുഭവം എന്ന് പറഞ്ഞാൽ ഉണ്ടാകാൻ പറ്റില്ല. അതായത് പരാജയപ്പെട്ട് വീണോടുത്തുനിന്ന് എണീറ്റ് പിന്നെ അടിച്ച് താത്തും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു 95 ഇങ്ങനെ എത്തിച്ചപ്പോൾ ഒരാൾ ഒരു വാക്കിൽ തട്ടിയിട്ടു. അവിടെ പാർക്കിങ്ങും ഇല്ല, ഒന്നുമില്ല. അതെടുത്താൽ വണ്ടികളെന്താ പുറത്ത് നിർത്ത്. 95 അത് അടക്കണമെങ്കിലും താഴോട്ടങ്ങ് പോയി. പിന്നെ 95-ലും 100-ലും എത്തിക്കാൻ ഞാൻ പെട്ട പാടുണ്ടല്ലോ. ഒരു വാക്കാ ശരിക്കും ഇടിഞ്ഞു വീണു. പിന്നെ അതിനെ കൊണ്ടുവരാണ്ട് പാടുണ്ടല്ലോ. ഓഡിറ്റ് ഫണ്ടുകൾ ഒപ്പിച്ച് ഈ ആളെ ഒപ്പിച്ച് ഇത് കൊടുക്കാൻ കഴിയണം. ചെറിയ സംഭവമല്ല. ഹെവി റിസ്ക് ആയിരുന്നു. അത് ഒറ്റയ്ക്കാണോ ഹാൻഡിൽ? ഒറ്റക്കാണ് ഹാൻഡിൽ ചെയ്തത്. അത് ഞാൻ ഒറ്റക്കാ. എന്നിട്ടുണ്ട് രമ്യ, ഞാനൊരു ഞെളിഞ്ഞെപ്പോന്നറിയോ, ഒരാളെന്നോട് വന്നിട്ട്, എൻ്റെ ഒരു പാർട്ട്ണറായിരുന്നേ, സുലൈമാനെ എന്തൊക്കെയോ കേൾക്കണ്ടല്ലോ, നടന്നൂന്നോ എന്തോ അഡ്വാൻസ് കയറിയെന്നോ ഒക്കെ കേൾക്കുന്നു. കുറച്ചുകൂടി കഴിയട്ടെ, ഒരാഴ്ച കൂടി കഴിയട്ടെ. ഞാൻ അപ്പത്തിന് ഞാൻ അറിയാതെ മാർക്കറ്റിൽ അറിഞ്ഞു പോയി അത് നടന്നു എന്ന്. അപ്പം കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, വല്ലാത്തൊരു സംഭവം തന്നെയായിരുന്നു. നടക്കാതെ വീണ് എണീറ്റ് പിന്നെ അതൊന്ന് സക്സസ് ആകുമ്പോൾ അതിലെത്ര പൈസ കിട്ടിയെന്നല്ല, അതൊരു സംഭവമാണ്. അതെ, അവിടെ പൈസക്കല്ല, നടത്തിയെടുത്തു സുലൈമാൻ, അത് നടത്തിയെടുത്തു. അതാണ് ആ ഒരു സംഭവം. അത് ഞാൻ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. എനിക്ക് മറക്കാൻ പറ്റില്ല. അതിൻ്റെ പിന്നിൽ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഞാൻ വളരെയധികം താങ്ക്സും എന്താ പറയുക അതിൻ്റെ ഫണ്ടും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്.